ചികിത്സ എന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം വരുമ്പോൾ പറഞ്ഞാൽ പോലും എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ് കർഷക സമൂഹം എന്ന് പറയുന്നത്. പ്രത്യേക ക്ഷീരകർഷകമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുക. നമുക്കറിയാം നമ്മുടെ ഈ സന്തോഷകരമായിട്ടുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ തിരക്കുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത പങ്കെടുക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി, അദ്ദേഹത്തെ ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ആൻസി ആശി, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിന്റെ ഈ ആശുപത്രി ഈ പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ആരംഭമൊക്കെ ഭാഗ്യം കൊണ്ട് അത് അംഗീകരിക്കുവാനും ഗവൺമെന്റ് ഓർഡർ ആദ്യം കമ്പനി തീരുമാനം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ഞങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങൾ കൊടുത്തു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് തോന്നുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഞാൻ അച്ഛൻ ഇല്ലാത്ത കമ്മിറ്റി, എന്റെ മോഹന്റെ കല്യാണം നടക്കുന്ന ദിവസമാണ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്നത്. അത് ഇപ്പോഴും ഓർക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ വെളുപ്പിന് 6 മണിക്കിന്റെ മോളെ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യമാണ് ഈ കമ്മിറ്റി പറഞ്ഞാൽ മോന്റെ കല്യാണം ആക്കിയാണ്, എങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നുള്ളതാണ് ഈ കമ്മിറ്റി നിർബന്ധമായിട്ട് വെക്കണം എന്നൊരു ആവശ്യപ്പെട്ട് ഞാൻ സാഹചര്യം പറഞ്ഞ സ്നേഹത്തോടുള്ള പറഞ്ഞോട് എത്തിപ്പെടുന്നതല്ല. അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞ ആ ഒരു കമ്മിറ്റിയിലാണ് ഇതൊക്കെ പാസ്സാക്കുന്നത്. ആ കമ്മിറ്റി തീരുമാനം അനുസരിച്ച് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന് ആ പേപ്പർ കൈമാറുന്നു. ആ മൃഗസംരക്ഷണ വകുപ്പിന് പേപ്പർ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ ഈ പ്രവർത്തനം വ്യാപരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ ഈ സമീപകാലത്ത് തോന്നുന്നു. ഈ 10 വിപരീതമായിട്ട് ഈ പോത്തൊക്കെ വളർത്തുന്ന കർഷകർക്ക് 2-3 പോത്ത് ഈ സമീപകാലത്ത് തന്നെ പെട്ടെന്ന് ഈ വിഷം തീണ്ടിയോ ഇല്ലാതാക്കായോ വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുമായിട്ടുള്ള പ്രശ്നം പോലും മഴക്കാലം എങ്ങനെയാണ് നമ്മുടെ മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് മൃഗങ്ങളെ പരിപാലിക്കേണ്ടതിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു ക്ലാസ് എപ്പോഴും ഉണ്ടാവും. അപ്പം ആ ക്ലാസ്സിലേക്കാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പം മഴക്കാല രോഗങ്ങളെ കുറിച്ച് നമുക്കറിയാം, ഈ ക്ഷീരമേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മഴക്കാലമാണ്. വേനൽക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേനൽക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ സൊസൈറ്റികളിലും അതുപോലെ തന്നെ കർഷകർക്കടക്കം നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള ഈ ഒരു പ്രതിസന്ധി ഘട്ടം, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മൺസൂൺ വരുന്ന സമയത്ത് പശുക്കളിലേക്ക് പകരാനിടയുള്ള രോഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കെല്ലാവർക്കും ഒറ്റ സൂചിപ്പിച്ച സന്തോഷകരമായ ഒരു ദിവസമാണ്. കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ മധ്യഭാഗത്തായിട്ട് ആശുപത്രി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. നിങ്ങളുടെയെല്ലാം വർഷങ്ങളായിട്ടുള്ള ഒരു പ്രയത്നമായിരുന്നു. അത് ഇന്ന് ഫലമടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി വാക്ക് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചാലോ? ലോക ചായ ദിനമായിരുന്നു. കേട്ടിട്ടുണ്ടോ? ചായ ദിനം. അപ്പൊ ഞാൻ കുറച്ച് ഈ ഫേസ്ബുക്കിലൂടെ ഇന്നലെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ഒരാള് ഒരു പോസ്റ്റ്, ഇന്ന് ലോക ചായ ദിനമാണ്, ഇനി ചായ കുടിക്കണമെങ്കിൽ പഴയ റേറ്റിൽ കുടിക്കാൻ പറ്റില്ല, പാലിന് വില കൂടിയത് അറിഞ്ഞോ മേനോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പോസ്റ്റ്. അപ്പൊ അതിന്റെ താഴേക്ക് വന്നിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ കുറെ പേരൊക്കെ ഈ പറഞ്ഞ പോലെ പാലിന് വില കൂട്ടാൻ പാടില്ല, ചിലര് പറയുന്നു വെള്ളത്തിന് 20 രൂപയാണ്, കള്ളിന് 50 രൂപയാണ്, പിന്നെ പാലിന് എന്തിനെ വില കൂട്ടി കൂടാ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ പറയുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് കുറെ ക്ഷീരകർഷകർ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്തി നോക്കൂ, അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ബുദ്ധിമുട്ടെന്ന്. കുറെ പേര് എഴുതുന്നുണ്ട് 100 രൂപ പോലും കിട്ടിയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നത്. അതില് ഒരു 75% കമന്റും ഈ പറഞ്ഞ പോലെ പാലിന് വില കൂട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ആൾക്കാരാണെന്നാണ് ഏറ്റവും വലിയ തമാശ. കാരണം ഇതിലേക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമാണ്. അതിനകത്ത് വായിച്ചു നോക്കിയാൽ നല്ലൊരു അറിയാവുന്ന നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉത്പാദിപ്പിക്കാൻ വേണ്ടി 1 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി എത്ര രൂപ ചിലവാകും, ഒരു 50 മുതൽ 55 രൂപ വരെ ആവറേജ് എഴുതുന്ന ആൾക്കാരാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു 60 രൂപയെങ്കിലും മിനിമം കിട്ടി. കാലാവസ്ഥ വ്യതിയാനം മൂലം പെട്ടെന്ന് സമ്മർദ്ദമുണ്ട്.
അത് നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാകുന്ന പോലെ അല്ല, പെട്ടെന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ നമുക്കത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത്. അതിന്റെ ഫലമായി രോഗപ്രതിരോധ ശക്തി കുറയുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ പല രോഗങ്ങളും രോഗാണുക്കളും രോഗവാഹകരും കൂടുതൽ എണ്ണത്തിൽ വരും. രോഗാണുക്കളെ കുറിച്ച് നമുക്കറിയാം. എന്തൊക്കെയാ രോഗാണുക്കള്? എന്തൊക്കെയായിരിക്കാം രോഗം ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ. തീർച്ചയായിട്ടും ഈ സന്തോഷ ദിവസത്തില് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇവിടെ നല്ലൊരു സ്ഥാപനം വരുന്നതിൽ അതിനെ സഹായിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി ഇവിടത്തേക്ക് കടന്നു വന്നിരിക്കുന്ന, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഊഷ്മളമായിട്ട് അനുമോദനം അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ പിന്നില് ധാരാളം അധ്വാനം ഉണ്ടായിരുന്നു. ഡോക്ടറെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുമോദിക്കുന്നു. അതോടൊപ്പം ഈ ഭരണസമിതി കട്ടക്ക് നിന്നു. അല്ലെങ്കിൽ ഇതിന് എല്ലാ കാലത്തും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഭർത്താവിന്റെ സേവനം അവസാനിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അവിടുത്തെയുള്ള ജനങ്ങൾക്ക് സേവനം കൊടുത്തുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ നല്ല സേവനം ഇവിടെ നിന്ന് ലഭ്യമാകും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഗുണവും കൂടിയുണ്ട്. നമുക്ക് ഗസറ്റഡ് ഓഫീസറെ തേടി ഇനി ഒരിടേക്കും പോകേണ്ട. പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരുവാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു നല്ല ഡോക്ടർ കൂടിയുണ്ട്. ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് നല്ല ഐശ്വര്യമുള്ള സ്ഥാപനമായിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്കും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കും എല്ലാം കഴിയട്ടെ. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. ഇതിനുശേഷം നമ്മള് ഹോസ്പിറ്റലിൽ പോയി നാളെ മുറിക്കുന്നുണ്ട്. അവിടെ ധാരാളം മരുന്നുകളൊക്കെ ഡോക്ടർ കരുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം വാങ്ങിയേ പോകാവുള്ളൂ. അവസാന നിമിഷം വരെ നമുക്ക് ഒന്നിച്ചുണ്ടാവണം. എല്ലാ ആശംസകളും നേരുന്നു. കുട്ടികളിലേക്ക് എത്തിച്ചതിന്റെ അഭാവം ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ നാളുകളായിട്ടുള്ള ആൾക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഭർത്താവിന്റെ മൃഗാശുപത്രി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഭർത്താവിനും കുട്ടികളും ഒരുപോലെ ഡോക്ടർ സേവനം ലഭ്യമാകുന്നതാണ്. ഈ സംരംഭം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഭരണസമിതി വെറ്ററിനറി ഡോക്ടറിന് ഒരുപാട് പ്രയത്നിച്ചു. ഞാനൊരു തീരുമാനം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ കഴിവുകൊണ്ട് തന്നെയാണ് സർക്കാർ പോയി അതിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കി നമുക്ക് ഇന്നിവിടെ ഈ ഒരു ആശുപത്രി ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ഇതിന് ഏറെ പ്രയത്നിച്ച നമ്മുടെ പ്രസിഡന്റിനും ഭരണസമിതിക്കും വെറ്ററിനറി ഡോക്ടർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ വരെയുള്ള പോക്ക്. അതുപോലെ സംസ്ഥാനം വരെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നാലും അത്രയും ദൂരെ പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ചനയ്ക്ക് കുത്തി വെക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് അവിടെ പോയി ഡോക്ടറെയൊക്കെ കൊണ്ടുവന്നതൊക്കെ എപ്പോഴും കർഷകർ ബുദ്ധിമുട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കർഷകരുള്ളത്. ഭർത്താവിന് അങ്ങേറ്റം വരെ പോകുക എന്നുള്ളത് ഭയങ്കര ചെലവ് പിടിച്ച ഒരു കാര്യമായിരുന്നു. അതെല്ലാം നമുക്കിന്ന് മാറ്റി നല്ല എളുപ്പത്തിൽ കർഷകരുമായിട്ട് ഡോക്ടറെ വന്ന് കാണാനായിട്ട് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് സൗകര്യത്തില് മൃഗാശുപത്രി കുട്ടികളിലേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം ഇവിടെ കൂടുന്ന കമ്മിറ്റികളിലൊക്കെ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് കൊണ്ടുവരാം, നമുക്ക് ഉടനെ തന്നെ കൊണ്ടുവരാം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഈ ഡോക്ടർക്കും നമ്മുടെ ഈ ഭരണസമിതിക്കും കർഷകരുടെ പേരിലുള്ള ഒരു മനസ്സ് നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതോടൊപ്പം കൂടാതെ നമ്മൾ ഇപ്പോൾ 5, 6, 7 വാർഡുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു PG ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1,98,000 രൂപയാണ് നമുക്കിപ്പോൾ അവിടെ അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ മിഷനാണ് പദ്ധതി പൈസ അനുവദിച്ചിരിക്കുന്നത്. CDSന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സഹകരണത്തോടും കൂടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ CDS ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ അവിടെ യോഗം കൂടിയിരുന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. റൂം വാടകയ്ക്ക് എടുത്തു. നമ്മുടെ വാഗമൺ റോഡിന്റെ അവിടെ ഇളങ്ങാടി തന്നെയാണ് നമ്മൾ അതിന്റെ ഷട്ടർ എടുത്തിരിക്കുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്നും കൂടി പാല് കളക്ട് ചെയ്ത്
മുമ്പോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ആ പ്രവർത്തനം കൊണ്ടുപോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. ആദ്യം നമ്മൾ ചെറിയ രീതിയിലാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കർഷകരിൽ നിന്ന് 2 ലിറ്റർ പാൽ ശേഖരിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിക്കൊണ്ട് നമുക്ക് നല്ലൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കർഷകരെല്ലാവരും സഹകരിക്കണം. നമുക്ക് ഒരു ഗ്രൂപ്പും കൂടെ ഈ കൂട്ടിക്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഗ്രൂപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കിപ്പോൾ ഏറ്റവും അടുത്തായിട്ട് തന്നെ ഡോക്ടറുടെ സേവനം കൊണ്ടുള്ളവരെ നമുക്ക് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ഡോക്ടറുമാണ് ഉള്ളത്. നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ പോകാൻ കർഷകരുടെ ഭാഗത്തുള്ള സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവിധ ആശംസകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വർഷങ്ങളായിട്ട് കൂട്ടിക്കൽ അലങ്കാട് അലങ്കാട് ടോപ്പ് മേഖലയിലുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബുദ്ധിമുട്ട് നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല, കർഷകരുടെ സേവനം ലഭിക്കുന്നില്ല. അത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രധാന മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ആശുപത്രി എന്ന് പറയുന്നത് ആ തുടക്കം മുതൽ തന്നെ ശരിക്കും ഈ ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഏത് മേഖലയിൽ തുടങ്ങണമെന്ന് ആദ്യമേ എനിക്ക് 28 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച വന്നപ്പോൾ വർത്താനക്കാർ അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവർക്കൊരു വൈകാരികമായ ഒരു ബന്ധം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു ചരിത്ര സത്യം കൂടി ഇതിനകത്ത് പലരും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ആശുപത്രി എവിടെ നിന്ന് മാറ്റുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഇത് ആശുപത്രി കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു പലപ്പോഴുമായിട്ട് അവരങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കാലം ഇങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മൃഗസംരക്ഷണ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ മാറ്റങ്ങളുടെ കൂടെ പ്രതിസന്ധികളും കൂടുതൽ കയറി വന്നു. നമുക്കറിയാം ആന്റണി മുമ്പ് സൂചിപ്പിച്ച വളരെയധികം പ്രതിസന്ധികളെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് സേവനം കൂടെ ലഭിക്കുന്നില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു പ്രശ്നം കൂടെ നമ്മൾ മനസ്സിലാക്കി. അത് കൂടാതെ ഈ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്താനായിട്ട് തീരുമാനിച്ചത്. അതായത് സേവനം കുറവുള്ള, അതായത് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥാപനങ്ങളൊക്കെ ഇരിക്കുന്ന മേഖലകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് ഒന്നെങ്കിൽ അത് ജനവാസ മേഖലയിൽ സേവനം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാപനം തന്നെ ചിലപ്പോൾ നിന്ന് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടൊരു പഠനം നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. അതിന്റെ പേപ്പറെല്ലാം നമ്മുടെ എല്ലാ വകുപ്പുകളിലും മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലേക്കും ആ പേപ്പർ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഓപ്യം കുറവുള്ളതും ആൾക്കാർക്ക് എത്തിപ്പെടാൻ സൗകര്യം കുറവുള്ളതുമായ സ്ഥലമാണ് നടത്താൻ നമുക്കാർക്ക് അറിയുന്ന പോലെ. അങ്ങനെയുള്ള സാഹചര്യത്തില് സ്ഥാപനത്തിന്റെ ഭീഷണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അത് ഇതിലേറെ ബുദ്ധിമുട്ട് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ശ്രീനിവാസർക്ക് ഉണ്ടാകുമെന്നുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഭരണസമിതി വിവരം അറിയിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ പുതിയ ഭരണസമിതി അധികാരമേറ്റ ഉടനെ തന്നെ ഇതിന്റെ ആദ്യ കമ്മിറ്റിയിൽ തന്നെ ഇത് അജണ്ട വെക്കുകയും അതിനായിട്ട് വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഈ തീരുമാനങ്ങൾ നമുക്കറിയാം അതിന്റെ പിന്നില് പുറത്തേറെ കുറെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. സർക്കാർ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥാപനത്തിന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മുൻകൈ എടുത്ത് നമ്മുടെ മുന്നോട്ട് നയിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസിനെ സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഇതിനുവേണ്ടി ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത സ്ഥലം കുറച്ച് മാറിയാണെങ്കിലും അത് ആ സാഹചര്യത്തിൽ അത് നമുക്കത് പണിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. എന്നാൽ പോലും ഈ ഒരു സ്ഥാപനം ഇങ്ങോട്ട് വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൂടെ നിന്ന നമ്മുടെ മെമ്പറാണ് നമ്മുടെ ആന്റണി മെമ്പർ ഈ പറഞ്ഞാലും ലോക്കൽ മെമ്പർ ആയിട്ട് വാർഡ് മെമ്പറാണ്. എന്ത് കാര്യം പറഞ്ഞാലും വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഈ പ്രവർത്തനത്തോടെല്ലാം സഹകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആന്റണി മെമ്പർ ഞാൻ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് കാര്യം പറഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വളരെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഇതിനെല്ലാം പറയും. ഈ ആശുപത്രി തന്നെ വേണ്ടതാണ്.
ജനങ്ങളുടെ സേവനം ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വൈസ് പ്രസിഡന്റും ഈ സാഹചര്യത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു.